കണക്കെടുപ്പ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിലെ സ്ഥാപനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കാൻ, നമ്മളിപ്പോ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതം ഏത് രീതിയിലാണ് എന്നൊക്കെ തിരിച്ചറിയാൻ സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണ് കണക്കെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തിന്റെ പകുതിയിലെത്തി. 2026 തുടങ്ങിയിട്ട് 6 മാസങ്ങൾ പിന്നിടാൻ പോവാണ്. അപ്പൊ ഇതൊരു അർദ്ധവാർഷിക കണക്കെടുപ്പ് നടത്താനുള്ള ഒരു ചിന്തയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഈ വർഷം തുടങ്ങിയതിനു ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയത്, ഏത് രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെയും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ജീവിതമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പല വെല്ലുവിളികളും ഒക്കെ നമ്മൾ നേരിടുന്നതായിട്ട് വരും. പലതരത്തിലുള്ള വെല്ലുവിളികളും പല ചാലഞ്ചസുകളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ ജീവിതത്തെ അർത്ഥപൂർണമായ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണ്. ആ പരിശോധനയ്ക്ക് തയ്യാറുള്ള ആളുകൾ യെസ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ഈ ഒരു പരിശോധനയ്ക്ക് റെഡി ആയിട്ടുള്ള ആളുകൾ യെസ് എന്നത് ടൈപ്പ് ചെയ്യുക. നമ്മൾ സാധാരണയായിട്ട് 3 രീതിയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോവുക. ഒന്ന്, പോസിറ്റീവായിട്ടുള്ള ഗുണകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ. അതായത് ജീവിതം വളരുന്നു, വളർച്ച പ്രാപിക്കുന്നു, വികാസം ഉണ്ടാവുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എടഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും. അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള ഒരു പോക്ക് അങ്ങനെ പോകുന്ന രീതികൾ സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും. മൂന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ജീവിതം പിന്തള്ളപ്പെട്ടു പോകുന്ന, ബാക്കോട്ടേക്ക് പോകുന്ന രീതിയിലുള്ള ആളുകളും ഉണ്ടാകും. അപ്പൊ ഈ 3 കാറ്റഗറിയിലായിരിക്കും ആളുകൾ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇതിൽ ഏത് ട്രാക്കിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ജീവിതത്തിൽ വിജയിക്കാനുള്ള, മുന്നോട്ട് കുതിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാക്കിലൂടെയാണോ നമ്മൾ ഓടുന്നത്? അതല്ല അത്ര തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കുറച്ചൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെയും നമുക്ക് ആ മൂവിങ് നടത്താത്ത രീതിയിലൊരു എന്താ പറയുക, സ്റ്റാഗ്നേഷൻ ഉള്ള ഒരു ട്രാക്കിലാണോ നമ്മൾ ഉള്ളത് എന്നുള്ളത്, ഒന്ന് ഇടഞ്ഞു നിൽക്കുന്ന ട്രാക്കിലാണോ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല നമ്മൾ പിന്നോട്ടേക്കാണോ ഓടിക്കൊണ്ടിരിക്കുന്നത്, ട്രാക്കിൽ ബാക്കോട്ടേക്കാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഞാൻ കേവലം 10 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ 10 ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം നൽകുക. എഴുതിയിട്ട് ഉത്തരം എഴുതേണ്ട ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എഴുതാനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ മനസ്സിൽ ഞാൻ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും റെഡിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്റെ കഴിവ് അനുസരിച്ച്, അല്ലെ എന്റെ കഴിവ് പരമാവധി അളവിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്റെ കഴിവ് പരമാവധി അളവിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്റെ സേവനം ഞാൻ നൽകിയിട്ടുണ്ടോ? നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് എന്റെ കഴിവ് പരമാവധി അളവിൽ ഞാൻ നൽകിയിട്ടുണ്ടോ? ഓരോരുത്തരുടെ മേഖല എന്താണോ ആ മേഖല അനുസരിച്ചിട്ട് നിങ്ങളെ കഴിവുകൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് പരിശോധിച്ചു നോക്കാം. ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ, ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ, ഒരു വീട്ടമ്മയാണെങ്കിൽ അങ്ങനെ, എന്താണോ നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ രീതിയിലുള്ള സേവനം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഒന്ന് സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചുമതലകളും ജോലികളും
മാറ്റിവെക്കുന്ന ഒരു രീതി ഉണ്ടോ? നീട്ടിവെക്കുന്ന രീതി ഉണ്ടോ? അത് അങ്ങനെ നീട്ടിവെക്കുന്ന രീതി ഉണ്ടെങ്കിൽ നിങ്ങള് പ്രൊഡക്ടിവിറ്റിയെ, കാര്യക്ഷമതയെ അത് കുറവ് വരുത്തിയിട്ടുണ്ടോ? അതായത് ജോലികളും കാര്യങ്ങളൊക്കെ നീട്ടിവെക്കുക, പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ, പിന്നീടാവട്ടെ, നാളെ ആവാം എന്നുള്ള രീതിയിൽ മാറ്റിവെക്കാറുണ്ടോ? അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യക്ഷമതയിൽ എത്ര കുറവ് വരുത്തിയിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കാം. കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഒരു രീതി നിങ്ങളിലുണ്ടോ? അങ്ങനെ ഉണ്ട് എങ്കിൽ എത്രത്തോളം കാര്യക്ഷമത നിങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടതായ പ്രവൃത്തികൾ, കാര്യങ്ങളൊക്കെ നീട്ടിവെക്കുന്ന സ്വഭാവമുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, സ്വന്തം വ്യക്തിത്വം ആകർഷണീയമാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം ഏതൊക്കെ രീതിയിൽ നിങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്? അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷണീയമായിട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ വിധത്തിൽ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്? സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. നമ്മളെ തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് എത്രത്തോളം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ഓക്കെ, ഇപ്പൊ 3 ക്വസ്റ്റ്യൻസ് പിന്നിട്ടു. നാലാമത്തെ ചോദ്യം, എല്ലാ സമയത്തും നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? തീരുമാനം ചിലപ്പോൾ തെറ്റാവും, ശരിയാവും, അതൊക്കെ വേറെ. നിങ്ങൾക്ക് സദാസമയം കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു പോയിട്ടുണ്ടോ? തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീരുമാനങ്ങൾ നീട്ടിവെക്കാതെ നിങ്ങൾ പരമാവധി തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്, അതായത് എല്ലാ സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് തീരുമാനങ്ങൾ കൃത്യമായിട്ടും എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ചില ആളുകൾ തീരുമാനങ്ങൾ എടുക്കാതെ ഇങ്ങനെ ലാഗ് ചെയ്തു പോകുന്ന ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? അതല്ല, കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? തീരുമാനങ്ങൾ എടുത്തതിന്റെ ഗുണം എന്താണ്, എടുക്കാത്തതിന്റെ ദോഷം എന്താണ്, നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്നുള്ളതും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 5 പോവാണ്. അതായത് നിങ്ങളുടെ ഊർജം പാഴായി പോയിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മേഖലയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ ഊർജം വേസ്റ്റ് ആയി പോയിട്ടുണ്ടോ? സമയം വേസ്റ്റ് ആയി പോയിട്ടുണ്ടോ? സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങളുടെ വളർച്ചാ സാധ്യത കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിച്ചു നോക്കാം. അതായത് നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഉദ്യമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ ഊർജം പാഴായി പോയിട്ടുണ്ടോ, വേസ്റ്റ് ആയി പോയിട്ടുണ്ടോ എന്നുള്ളത് സ്വയം ഒന്ന് പരിശോധിച്ചു നോക്കാം. എഴുതി കഴിഞ്ഞ ആളുകൾ ഡി എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത ആളുകൾ ഡി എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലോട്ട് ഞാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളെയും തുറന്ന മനസ്സോടുകൂടെ സമീപിച്ചിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളെയും തുറന്ന മനസ്സോടുകൂടെ സമീപിച്ചിട്ടുണ്ടോ? അതായത് കാര്യങ്ങൾ തുറന്ന മനസ്സോടുകൂടെ സമീപിക്കാനുള്ള ഒരു മാനസികമായ തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ, വരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അതായത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തുറന്ന മനസ്സോടുകൂടെ കേൾക്കാനും ഇടപെടൽ നടത്താനും കാര്യങ്ങളെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള സാഹചര്യം നമുക്ക്
ഉണ്ടായിട്ടുണ്ടോ? ഇത് നിങ്ങളെ തന്നെ വിലയിരുത്തുകയാണ്. ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വയം ഇവാലുവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും അഹങ്കാരം കടന്നു വന്നിട്ടുണ്ടോ? അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അഹങ്കാരം കടന്നു വന്നിട്ടുണ്ടോ? അഹങ്കാരം നമ്മളുടെ ഉള്ളിൽ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അത് ചിലപ്പം ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ ആയിരിക്കാം. അഹങ്കാരം നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു അനുമാനത്തിലേക്ക് എത്തുന്നതൊക്കെ ഊഹാപോഹങ്ങളെ ആധാരമാക്കിയിട്ടാണോ, മറിച്ച് യുക്തിയും വിശകലനവും അനുസരിച്ചിട്ടാണോ നമ്മൾ ചെയ്യാറുള്ളത്? ചില തീരുമാനങ്ങളും ചില അനുമാനങ്ങളും ഒക്കെ നമ്മൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആയിരിക്കും, അവരങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, അവരങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിനെ ആധാരമാക്കിയിട്ടാണോ, അതല്ല യുക്തിയും വിശകലനവും ആസ്പദമാക്കിയിട്ടാണോ നമ്മൾ ചെയ്തിട്ടുണ്ടത് എന്നും ഒന്ന് പരിശോധിച്ചു നോക്കും. അതായത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഊഹാപോഹങ്ങൾ മാത്രമാണോ സ്വീകരിക്കാറുള്ളത്, വസ്തുതകൾ എടുക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വരവ് ചെലവ്, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ സമയക്രമം എന്നിവ നിങ്ങൾ കണക്ക് ഉണ്ടാക്കുന്ന ശീലമുണ്ടോ, എഴുതി വെക്കുന്ന ശീലമുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക. അതിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വരവ്, 2 ചെലവ്, പിന്നെ നിങ്ങൾക്ക് ആദായം കിട്ടുന്നത്, പ്രോഫിറ്റ് കാര്യങ്ങൾ, വരുമാനം കിട്ടുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ സമയം എന്നിവയെ കുറിച്ച് നിങ്ങൾക്ക് മതിപ്പുണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ കണക്കുകൾ എടുക്കാറുണ്ടോ? വരുന്നത് എത്ര, പോകുന്നത് എത്ര, വരുമാനം എത്ര, അതേപോലെ തന്നെ സമയം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു കണക്കും കാര്യവും ഉണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിച്ചു നോക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയാനായിട്ട് പോകുന്നത്. ആരോടെങ്കിലും ന്യായരഹിതമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ആരോടെങ്കിലും ന്യായരഹിതമായിട്ട്, അന്യായമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? എങ്കിൽ ആരോട്, ഏതു വിധത്തിൽ എന്നും ഒന്ന് സ്വയം പരിശോധിച്ചു നോക്കുക. ആരോടെങ്കിലും ന്യായരഹിതമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? എങ്കിൽ ആരോട്, ഏതു വിധത്തിൽ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഈ 10 ക്വസ്റ്റ്യൻസിലൂടെയും നിങ്ങൾ കടന്നുപോയപ്പോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. അതായത് നമ്മളെ തന്നെ, ഇതൊരു ചെറിയ കണക്കെടുപ്പാണ്. ഇത് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാനിപ്പോ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടുള്ള ചെറിയൊരു കണക്കെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വിശദമായിട്ട് നടത്താം. എങ്ങനെയാണ് എന്റെ ജീവിതം, ഈ മുന്നോട്ടേക്കാണോ പോണത്, പിന്നോട്ടേക്കാണോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് നിൽക്കുകയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടെ, മറ്റു വശങ്ങളും കൂടെ, ഓരോ ആളുകൾക്കും അത് വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ജീവിതത്തെ അങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ല, നമുക്ക് ഒന്ന് പോസ് ചെയ്ത് നമ്മളെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മളെ കുറിച്ച് തിരിച്ചറിയാനും നമ്മൾ എങ്ങനെയാണ് പോണത് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും അപാരമായിട്ടുള്ള കഴിവുള്ള ആളുകളാണ്, ഓരോരുത്തരും അപാരമായിട്ടുള്ള ശക്തിയുള്ള ആളുകളാണ്. അതേസമയം നമ്മൾ ഈ ഒരു കണക്കെടുപ്പൊന്നും നടത്താതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം നമ്മൾ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഇവിടെ നമുക്ക് ചില തിരുത്തലുകൾ വരുത്താൻ പറ്റും. ചില ചില കാര്യങ്ങളിൽ നമുക്ക് മികച്ചതാക്കിയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല ലൈഫ് പോകുന്നുണ്ടാവാം. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. അങ്ങനെ പല തരത്തിലും പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് നോക്കാൻ, ഈ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലേക്ക് നോക്കാനും നമ്മളെ മനസ്സിലാക്കിയെടുക്കാനും നമ്മള് എന്താണ് എന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണാടി വെക്കുന്ന പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രമാത്രം നമ്മൾ നമ്മളുമായിട്ട് അലൈൻഡ് ആയിട്ട് പോകുന്നുണ്ട്, നമ്മുടെ കഴിവുകൾ നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർ നമ്മളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ വ്യക്തിത്വത്തെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് പല മേഖലകളിലും നമുക്ക് സ്പർശിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, അല്ലെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നു, ഇനി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളിടത്തു നിന്ന് നമ്മൾ മാറി നമുക്ക് പലതും ചെയ്യാനും പലതും നേടാനും പലതും സാധ്യമാക്കി എടുക്കാനും കഴിയുന്ന ആളുകളാണ് ഓരോരുത്തരും. അപ്പൊ ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ചില മേഖലകളിൽ ഞാൻ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ചില മേഖല ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ചില മേഖലയിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല, ചില മേഖലകൾ എനിക്ക് നന്നായിട്ട് മുന്നേറാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയും നമുക്ക് വിലയിരുത്തലുകൾ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതം നമുക്കറിയുന്നത് പോലെ മറ്റൊരാൾക്ക് അറിയില്ല. നമ്മുടെ ജീവിതം നമ്മൾക്കറിയുന്നത് പോലെ മറ്റൊരാൾക്ക് അറിയില്ല. അപ്പൊ ആ കണക്കെടുപ്പ് നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും മാത്രമേ സാധിക്കുള്ളൂ. വേറെ ഒരാൾക്ക് വന്നിട്ടും ആ കണക്കെടുപ്പ് നടത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ മനഃശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇപ്പം ഉള്ളിടത്ത് നിന്ന് നമ്മൾ ഇനിയും മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഇപ്പം ഉള്ളിടത്ത് നിന്ന് നമുക്ക് ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പം ആലോചിച്ച് നോക്കിയട്ടെ, നമ്മുടെ ജീവിതം നല്ല ട്രാക്കിലൂടെ നമുക്ക് ആക്കിയെടുക്കാൻ, അതായത് നമ്മുടെ ജീവിതത്തിന് അർത്ഥപൂർണമായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം നമുക്ക് ഉണ്ടാവണം. സാധാരണയായിട്ട് നമ്മളെ ഈ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, വേണ്ടത്ര റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. ചില ആളുകള് മാനസികമായിട്ട് ചിലപ്പോൾ അതിന് തയ്യാറാവാത്ത ആളുകളുണ്ട്, ശ്രമം നടത്തേണ്ട ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള കഴിവിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ, പൂർണ്ണമായ അർത്ഥത്തിൽ ഞാൻ പറയുന്നത് 100% എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾക്ക് കഴിയുന്നതിന്റെ 100%, നമുക്ക് സാധ്യമാകുന്നതിന്റെ 100%, അങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് സംതൃപ്തിയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അത് സഹായകരമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ കണക്കെടുപ്പ് നടന്നപ്പോൾ നിങ്ങളുടെ ഫീൽ എന്താണെന്നുള്ളത് നിങ്ങൾ പങ്കുവെക്കണം. കണക്കെടുപ്പ് നടന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇവാലുവേഷൻ തന്നത്, ഈ കണക്കെടുപ്പ് നടത്തിയപ്പോൾ നിങ്ങൾ എന്ത് ഇൻസൈറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഷെയറിങ്സ് ഒന്ന് പങ്കുവെക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ നമ്മൾ എത്രത്തോളം കൺസിഡർ ചെയ്യുന്നുവോ അത്രമാത്രം ലൈഫ് നമ്മളെയും കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വളർച്ചകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു അർദ്ധവാർഷിക പരീക്ഷ നടത്തിയതുപോലെ ഒരു അർദ്ധവാർഷിക കണക്കെടുപ്പിന്റെ സാമ്പിള് മാത്രമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. വിശദമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് അതൊന്ന് ചെയ്തു നോക്കുക. ഈ ഒരു ത്രെഡ് എടുത്തുകൊണ്ട് നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ ലൈഫിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനുള്ള ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്.